ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് കണ്ടിരിക്കുന്നവരുടെ കിളി പറത്തുന്ന ഒരു ടൈം ലൂപ്പ് മൂവിയായ സംഭവം അധ്യായം 1 എന്ന മൂവിയുടെ കഥയാണ്. ഒരു കാടിനുള്ളിൽ അകപ്പെടുന്ന കുറച്ച് പോലീസുകാർ ആ കാട്ടിലെ ടൈം ലൂപ്പിനുള്ളിൽ പെട്ടുപോകുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് ആ കാടിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ നേരിൽ കാണുന്നു. ആ കാടിനുള്ളിൽ അകപ്പെട്ടാൽ തിരിച്ചുവരവ് ഉണ്ടാകില്ല. വർഷങ്ങൾക്ക് മുൻപ് ആ കാടിനുള്ളിൽ അകപ്പെട്ട് കാണാതായ ഒരാളുടെ ഫോണിൽ നിന്നും വരുന്ന കോൾ. അയാളെ രക്ഷിക്കാനായി ആ കാട്ടിലേക്ക് പുറപ്പെട്ട പോലീസുകാർ. പിന്നീട് അവർക്ക് സംഭവിച്ചതോ കഥ മുഴുവനായും കാണാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 1940 കാലഘട്ടമാണ് കാണിക്കുക. റോസി എന്നൊരു മദാമ 2 പേരുടെ ഡെഡ് ബോഡിയുമായി അവളുടെ ആളുകൾക്കൊപ്പം ഉൾക്കാട്ടിലേക്ക് പോകുന്നു. റോസിയുടെ ഹസ്ബൻഡിന്റെയും അയാളുമായി അഫെയറിലായിരുന്ന ഒരു പെൺകുട്ടിയുടെയും ഡെഡ് ബോഡിയുമായിട്ടാണ് അവർ പോകുന്നത്. അവരുടെ അഫെയർ കണ്ടെത്തിയ റോസി അവരെ കൊല്ലുകയായിരുന്നു. ഇനിയും ഉൾക്കാട്ടിലേക്ക് പോകേണ്ടെന്ന് ആ കൂട്ടത്തിലുള്ളയാൾ റോസിയോട് പറയും. അവരുടെ ബോഡി നിലത്ത് കിടത്തിയതിനു ശേഷം ഇവര് മരിച്ചാലും ഒന്നിക്കരുത്, 2 പേരെയും ഒരുമിച്ച് കുഴിച്ചിടേണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ബോഡിയുമായി അവർ കുറച്ചകലെയായി കാണുന്ന ഒരു ചെളിക്കുഴിയിലേക്ക് താഴ്ത്തുന്നു. അതിനുശേഷം ജെയിംസിന്റെ ബോഡിയുടെ അടുത്തെത്തുമ്പോൾ അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. ജെയിംസ് മരിച്ചിരുന്നില്ല. അയാൾ റോസിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ട്രൈ ചെയ്യും. എന്നാൽ ഒരു ഗണ്ണുമായി റോസി അയാളെ തിരിയുന്നു. റോസി അവനെ കണ്ടെത്തും. ജെയിംസ് എന്റെ അടുത്തേക്ക് വായെന്ന് റോസി വിളിക്കുമ്പോൾ ജെയിംസ് റോസിയുടെ അടുത്തേക്ക് പതിയെ നടന്നു ചെല്ലും. ഉറപ്പായും അവൾ തന്നെ കൊല്ലുമെന്ന് ഉറപ്പായിരുന്ന ജെയിംസ് ഒരു കത്തി കൊണ്ട് റോസിയുടെ വയറ്റിൽ കുത്തിയതിനു ശേഷം അവിടെ നിന്നും ഓടിപ്പോകും. റോസിയുടെ വയറ്റിൽ നിന്നും രക്തം നിലത്തേക്ക് വീഴുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായി തുടങ്ങുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ആ കാട് തന്നെ കാണിക്കും. ഒരാൾ ചെളിക്കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നു. ആ സമയം ആ കാടിനുള്ളിൽ കുറച്ച് കോളേജ് കുട്ടികൾ വേട്ടയാടാൻ എത്തുന്നു. ഒരു പന്നിയെ അവർ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമെങ്കിലും അവരുടെ ശബ്ദം കേട്ട് ആ കാട്ടുപന്നി ഓടിപ്പോകും. ഇത്രയും അടുത്ത് കിട്ടിയിട്ടും നീ എന്താണ് ഷൂട്ട് ചെയ്യാഞ്ഞത് എന്നൊക്കെ അവളുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നു. ആകെ കൺഫ്യൂസ്ഡ് ആയി വിയർത്ത് നിൽക്കുന്ന അവൾക്ക് പുറകിലൂടെ എന്തോ അടുത്തേക്ക് വരുന്നതായി തോന്നുകയും മറ്റൊന്നും ചിന്തിക്കാതെ ഉടനെ തന്നെ തിരിഞ്ഞ് അതിനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അത് ആ ചെളിക്കുഴിയിൽ നിന്നും കയറി വന്ന മനുഷ്യനായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയും ആ കാടിനുള്ളിൽ ആകെ ഇരുട്ടാകാനും തുടങ്ങും. ശബ്ദം അധികമായി വരും. ശബ്ദം സഹിക്കാൻ വയ്യാതെ അവർ ചെവി പൊത്തിപ്പിടിക്കും. അവരെ കൂടാതെ പീറ്റർ എന്നൊരു പോലീസുകാരനും ആ കാടിനുള്ളിൽ ഉള്ളതായി കാണിക്കും. മറ്റൊരാളാണെങ്കിൽ ഒരു കല്ലുകൊണ്ട് മരങ്ങളിലൊക്കെ എന്തോ കൊത്തിവെക്കുന്നതായും കാണിക്കുന്നുണ്ട്. ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പീറ്റർ പുറത്തേക്ക് ഓടുന്നു. എന്നാൽ എന്തോ ശബ്ദം കേട്ട് അയാൾ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോ ആയ ആനന്ദിനെ കാണിക്കും. ആനന്ദും എന്തോ സംഭവിച്ചെന്ന പോലെ പേടിയോടെ ചുറ്റും നോക്കുന്നു. പ്രഗ്നന്റ് ആയ അവന്റെ വൈഫുമായി ആനന്ദ് ഹോസ്പിറ്റലിൽ എത്തിയതാണ്. എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഡെലിവറിക്ക് 1 മാസം കൂടി സമയമുണ്ട്. അതിനു മുൻപ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ പറഞ്ഞുവിടും. ആനന്ദ് ഒരു പോലീസുകാരനാണ്. വെള്ളൂർക്കാട് എന്ന സ്ഥലത്തേക്ക് ആനന്ദിന് ട്രാൻസ്ഫർ ലഭിച്ചിരുന്നു. എന്നാൽ പ്രഗ്നന്റ് ആയ വൈഫിനെ തനിച്ചാക്കി അവിടേക്ക് പോകാൻ ആനന്ദിന് മനസ്സിലായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആനന്ദ് പോയി ജോയിൻ ചെയ്യാനാണ് അവന്റെ വൈഫ് പറയുക. ഞാൻ പോയി അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു മെഡിക്കൽ ലീവ് എടുത്ത് ഉടനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവന്റെ റിലേറ്റീവ്സിനെ അവളെ ഏൽപ്പിച്ചിട്ടാണ് ആനന്ദ് ട്രാൻസ്ഫർ ലഭിച്ച സ്ഥലത്തേക്ക് പോകുക. അന്നത്തെ ദിവസം മെയ് 20, 2024 അവൻ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട് വിളിച്ച് അവന്റെ വൈഫിന് ചെറിയ പെയിൻ ഉണ്ടായതിനാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഞാൻ ഉടനെ വരാമെന്ന് ആനന്ദ് പറയുമെങ്കിലും അത് വേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നീ അവിടെ ജോയിൻ ചെയ്ത് സാവധാനത്തിൽ വന്നാൽ മതിയെന്നാണ് ഫ്രണ്ട് പറയുന്നത്. വെള്ളിയൂർക്കാട്ടിലേക്ക് ഒരു ജീപ്പിലാണ് ആനന്ദ് പോകുക. അവിടെ അവന് ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ കഴിയാതെ ആകെ ടെൻഷൻ അടിച്ച് ആനന്ദ് ഇരിക്കുമ്പോൾ ആരെങ്കിലും അർജന്റായി വിളിക്കാനാണോ ശ്രമിക്കുന്നത് എങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാൻ പറഞ്ഞ് ആ ജീപ്പിലുണ്ടായിരുന്ന ഒരാൾ ആനന്ദിന് ഫോൺ കൊടുക്കും. ആനന്ദ് ഉടനെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ആനന്ദിന് ഒരു പെൺകുഞ്ഞുണ്ടായെന്ന് അവന്റെ ഫ്രണ്ട് ആനന്ദിനോട് പറയും. അത് കേട്ട് ആനന്ദ് വളരെ ഹാപ്പിയാകും. അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവനെ സമാധാനിപ്പിക്കും. ആ ജീപ്പ് ഡ്രൈവർ കുറച്ച് റൂഡായ രീതിയിലാണ് ആനന്ദിനോട് പെരുമാറിയത്. സോ ആനന്ദ് ദേഷ്യത്തോടെ ഡ്രൈവറിനെ നോക്കുന്നുണ്ട്. ഉടനെ ജീപ്പ് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റി ജീപ്പ് ഒരാളെ ഇടിക്കുന്നുമുണ്ട്. കാടിനുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന പീറ്റർ എന്ന പോലീസുകാരനെയായിരുന്നു ആ ജീപ്പ് ഇടിച്ചത്. അവർ ഉടനെ പീറ്ററിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടേക്ക് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ അശോകനും കോൺസ്റ്റബിളായ ജോഷിയും എത്തുന്നുണ്ട്. പീറ്ററിന്റെ പേഴ്സിൽ നിന്നും അവർ പീറ്ററിന്റെ അഡ്രസ് കണ്ടെത്തുകയും ഉടനെ പീറ്ററിന്റെ വീട്ടിൽ ഈ ആക്സിഡന്റ് കേസ് അറിയിക്കണമെന്ന് ജോഷിയോട് അശോകൻ പറയുന്നുമുണ്ട്. വീട്ടിൽ മറ്റാരൊക്കെയുണ്ടെന്ന് അശോകൻ ചോദിക്കുമ്പോൾ അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ലെന്നും ഞാൻ ജനിച്ച അന്ന് തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയെന്നും കുറച്ച് നാളുകൾക്ക് മുൻപ് അമ്മയും മരിച്ചെന്ന് ആനന്ദ് പറയും. എനിക്ക് ഇന്നൊരു പെൺകുഞ്ഞ് ജനിച്ചെന്നും ആനന്ദ് പറയുന്നു. ആനന്ദിന് ഇന്ന് കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നീ നിന്റെ കുഞ്ഞിനെ കണ്ടുപോലുമില്ലല്ലോ, സോ ജോയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ലീവ് എടുത്ത് പൊയ്ക്കോളാനും അശോകൻ
ആനന്ദിനോട് പറയുന്നുണ്ട്. എന്നാൽ അത് കുഴപ്പമില്ല സാർ എന്നാണ് ആനന്ദ് പറയുക. അവർ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു പോലീസുകാരൻ അശോകനെ വിളിച്ച് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഉടനെ വരണമെന്നും പറയും. എന്ത് പ്രശ്നമാണെന്ന് അശോകൻ ചോദിക്കുമ്പോൾ ഈ കാട്ടിലേക്ക് കുറച്ചു കുട്ടികൾ ഫോട്ടോ എടുക്കാനും മറ്റും വന്നതിന് റെജി എന്ന പോലീസുകാരൻ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അയാൾ അശോകനോട് പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അശോകൻ കോൾ കട്ട് ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് റെജിയെ കാണിക്കുമ്പോൾ റെജിയാകെ കല്ലിപ്പിലാണ് നിൽക്കുന്നത്. SI ഇപ്പോൾ വരും, നിങ്ങളാരും പ്രശ്നമുണ്ടാക്കരുതെന്ന് കോൺസ്റ്റബിൾ അവരോട് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളല്ല, ഈ സാറാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അതിലൊരാൾ പറയുന്നു. ഇത് കേട്ട് റെജിക്ക് ആകെ ദേഷ്യം വന്ന് അവനെ നന്നായി അടിക്കുകയും ചെയ്യുന്നുണ്ട്. റെജിയുടെ കയ്യിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പുറകെ പോയി റെജി അവനെ പിടിക്കുന്നു. എന്നാൽ അവിടെ എന്തോ ഒന്ന് കണ്ട് അവർ രണ്ടുപേരും നന്നായി ഷോക്ക്ഡ് ആകുന്നുണ്ട്. അശോകനും ആനന്ദും മറ്റു പോലീസുകാരും സ്പോട്ടിലെത്തുന്നു. റെജിയും ആ പയ്യനും ഷോക്ക്ഡ് ആയത് ഒരു ഡെഡ് ബോഡി കണ്ടിട്ടാണ്. മുഖത്തും ശരീരത്തും ആകെ ചെളിയായ രീതിയിൽ ആൾ ആരാണെന്ന് പോലും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല ആ ഡെഡ് ബോഡി. ചെളിക്കുഴിയിൽ നിന്നും കയറി വന്ന ഒരാളെ കാട്ടിൽ വേട്ടയാടാൻ വന്ന കുട്ടികൾ ഷൂട്ട് ചെയ്തിരുന്നല്ലോ, ആ ഡെഡ് ബോഡി ആയിരുന്നു അത്. അശോകനും ടീമും തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ജീപ്പ് പിടിച്ച് വീണ പീറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന വോക്കി ടോക്കി ആനന്ദിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വോക്കി ടോക്കിയിലൂടെ ഒരാൾ സംസാരിക്കുന്നത് അവർ കേൾക്കും. പീറ്ററിനൊപ്പം ആ കാടിനുള്ളിൽ അകപ്പെട്ടു പോയ സ്റ്റീഫൻ ജോർജ് ആയിരുന്നു അത്. ഞാൻ ഈ കാടിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, എന്റെ കാലിൽ വലിയ മുറിവുണ്ട്, രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അയാൾ പറയും. സ്റ്റീഫൻ പെരുമല സ്റ്റേഷൻ SI ആയിരുന്നു. ഇത് കേരള പോലീസാണ്, നിങ്ങൾ പെരുമല സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ അശോകൻ പറയുമെങ്കിലും സർ പ്ലീസ്, എനിക്ക് മറ്റാരുമായി കോൾസ് കണക്ട് ആകുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് അയാൾ കെഞ്ചി പറയുന്നു. അയാളെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കാമെന്ന് ആനന്ദ് പറയുമ്പോൾ വെറുതെ വള്ളി പിടിക്കണ്ട, ഒന്നാമത് അത് നമ്മുടെ ഏരിയ അല്ല, തമിഴ്നാട് പോലീസിനെ അറിയിച്ചാൽ മതിയെന്നാണ് റെജി പറയുക. തമിഴ്നാട് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അയാൾ രക്തം മറന്നു മരിക്കും, സോ അയാളെ രക്ഷിക്കണമെന്ന് ആനന്ദ് പറയും. അശോകനും അയാളെ രക്ഷിക്കാൻ തയ്യാറെടുക്കും. വേറെ വഴിയില്ലാതെ റെജിയും അവർക്കൊപ്പം ആ കാടിനുള്ളിലേക്ക് പോകുന്നു. എനിക്ക് ഇന്നൊരു കുഞ്ഞു പിറക്കാൻ പോകുകയാണ്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് സ്റ്റീഫൻ ജോർജ് പറയുന്നുണ്ട്. സോ അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തന്നെ അവർ തീരുമാനിക്കും. നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കാടിനടുത്തായി ഒരു കാക്കയുടെ തലയുള്ള അമ്പലമുണ്ട്, അതിനടുത്തായി ഒരു മരത്തിന്റെ ചുവട്ടിലാണ് കിടക്കുന്നതെന്ന് സ്റ്റീഫൻ പറയുന്നു. പീറ്ററും സ്റ്റീഫനും എങ്ങനെയാണ് ആ കാട്ടിൽ എത്തിയതെന്ന് ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. പീറ്റർ, സ്റ്റീഫൻ ജോർജ്, സെൽവൻ, മുത്തുവൽ, ഗുരുസ്വാമി, ഈ 5 പോലീസുകാർ കുറച്ച് കുറ്റവാളികളുമായി ആ കാടിനടുത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പ്രതികൾ രക്ഷപ്പെടാനായി ഉറങ്ങിക്കൊണ്ടിരുന്ന സെൽവന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യുകയും മറ്റുള്ളവരെ അടിച്ചു നിലത്തിട്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ഇവരെ തിരഞ്ഞാണ് പീറ്ററും സ്റ്റീഫനും സെൽവനും മുത്തുവേലും ഗുരുസ്വാമിയും എന്നീ 5 പേർ ആ കാടിനുള്ളിലേക്ക് പോകുന്നത്. ഈ കാടിനുള്ളിലേക്ക് പോകുന്നത് റിസ്ക് ആണ്, ഈ കാടിനുള്ളിലേക്ക് കടന്നവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ ഗുരുസ്വാമി അവരോട് പറയുന്നുണ്ട്. ഈ കാടിന് തന്നെ ഒരു കഥയുണ്ട്. ഈ നാട്ടിലെ ആളുകൾ തിന്മ മാറി നല്ല കാലം വരാനായി ഇവിടെയുള്ള ഒരു ഗോത്രവർഗക്കാർ ഈ കോവിലിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ആളുകളെ നരബലി കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ പ്രശ്നം തുടങ്ങുന്നത്. അതിനുശേഷം ഈ കാട്ടിൽ രക്തവും വീഴരുത്, ഒരളവിന് മീതെ ശബ്ദവും കേൾക്കാൻ പാടില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ ഈ കാട് തന്നെ മാറുമെന്നും ഗുരുസ്വാമി പറയുന്നുണ്ട്. എന്നാൽ ഇവരുമായി തിരിച്ച് സ്റ്റേഷനിലെത്തിയില്ലെങ്കിൽ നമ്മുടെ എല്ലാം പണി തിരിക്കും, സോ അവരെ കണ്ടെത്തണമെന്ന് തന്നെ സ്റ്റീഫൻ പറയുന്നു. ഈ സമയത്താണ് ആ പ്രതികൾ ഓടി അവരുടെ മുന്നിലെത്തുക. മര്യാദയ്ക്ക് സറണ്ടർ ആകാൻ സ്റ്റീഫൻ പറയുമെങ്കിലും അത് കേൾക്കാതെ അവർ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുമ്പോഴാണ് അതിലൊരാളെ സ്റ്റീഫൻ ഷൂട്ട് ചെയ്യുന്നത്. അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം മണ്ണിലേക്ക് വീഴുമ്പോഴേക്കും പ്രകൃതി മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയും അവർക്ക് താങ്ങാൻ കഴിയാത്ത വിധം ശബ്ദം കേൾക്കാനും തുടങ്ങും. കുറച്ചു നേരം നീണ്ടുനിന്ന ആ ഭയാനക ശബ്ദം നിൽക്കുമ്പോൾ അവിടെ സ്റ്റീഫൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടെയുള്ള എല്ലാവരും എങ്ങോട്ടോ മറഞ്ഞു പോയിരിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ സ്റ്റീഫനെ തിരിഞ്ഞ് അവർ കാടിനുള്ളിലുള്ള ആ കാക്കിയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള കൽപ്രതിമയ്ക്ക് മുന്നിലെത്തും. ആ പ്രതിമയാണ് പണ്ട് കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്നത്. അവിടെ അവർ സ്റ്റീഫനെ അന്വേഷിക്കുമെങ്കിലും അവിടെ ആരെയും അവർക്ക് കാണാൻ കഴിയില്ല. നീ പറഞ്ഞ പ്രതിമയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് അശോകൻ സ്റ്റീഫനോട് ചോദിക്കും. ആ കോവിലിനടുത്തുള്ള വലിയ മരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ കിടക്കുന്നതെന്ന് സ്റ്റീഫൻ പറയുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നൽകാനായി അശോകൻ സ്റ്റീഫന്റെ പെരുമല സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. നിങ്ങളുടെ സ്റ്റേഷനിലെ SI ആയ സ്റ്റീഫൻ ജോർജ് വെള്ളൂർ കാട്ടിൽ പെട്ടുകിടക്കുകയാണ്, ഉടനെ കുറച്ച് പോലീസുകാരെ വിടണമെന്ന് പറയുമ്പോൾ അങ്ങനൊരാൾ ഈ സ്റ്റേഷനിൽ ഇല്ലെന്നാണ് പെരുമല സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ പറയുക. ഇത് കേട്ട് ആനന്ദും റെജിയും അശോകനും ആകെ ഷോക്ക്ഡ് ആകുന്നു. വെള്ളൂർ കാട് വളരെ ഡേഞ്ചർ ആണ്, നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടാനാണ് തമിഴ്നാട് ASI പറയുന്നത്. നമ്മളോട്
സംസാരിച്ച ആളാണ്, രക്ഷിക്കാൻ അപേക്ഷിച്ച ആളാണ്. സോ സ്റ്റീഫനെ രക്ഷപ്പെടുത്താൻ തന്നെ ആനന്ദും അശോകനും തീരുമാനിക്കും. നിങ്ങൾ പെരുമല സ്റ്റേഷനിലെ SI തന്നെയാണോ എന്ന് അശോകൻ വീണ്ടും സ്റ്റീഫൻ ജോർജിനോട് ചോദിക്കുന്നുണ്ട്. അത് എന്നും മരിക്കാൻ കിടക്കുന്ന ഈ അവസ്ഥയിൽ എന്തിനാണ് സാർ ഞാൻ നുണ പറയേണ്ട കാര്യമെന്നും സ്റ്റീഫൻ ചോദിക്കും. ശരി, നിങ്ങൾ തന്നെ പെരുമല സ്റ്റേഷനിലെ ASIയോട് സംസാരിക്കാൻ പറഞ്ഞ അശോകൻ ഫോൺ സ്പീക്കറിലിടുന്നു. പെരുമല ASI മുത്തുവേലാണോ? മുത്തുവേൽ എന്ന് വിളിച്ച് സ്റ്റീഫൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മുത്തുവേൽ അല്ലെന്ന് അയാൾ പറയും. എന്നാൽ മുത്തുവേൽ എന്ന് കേൾക്കുമ്പോൾ ആ ASI ഷോക്ഡ് ആകുന്നുണ്ട്. മുത്തുവേലിന്റെ ഫുൾ നെയിം ചോദിക്കാൻ ASI പറയുമ്പോൾ മുത്തുവേൽ മാരിയപ്പൻ എന്ന് സ്റ്റീഫൻ പറയുന്നു. 30 വർഷത്തിനു മുൻപ് ഈ പറയുന്ന പീറ്റർ സ്റ്റീഫൻ ജോർജ് മുത്തുവേൽ ഇവർ ഇവിടെ ജോലി ചെയ്തിരുന്നു. കറക്റ്റായി പറഞ്ഞാൽ 1994 മെയ് 26-ന് അവർ ആ ഫോറസ്റ്റിനുള്ളിൽ മിസ്സായതാണ്. പിന്നീട് ആരും അവരെ കണ്ടിട്ടില്ല. അതിൽ മുത്തുവേൽ എന്റെ അച്ഛനാണ്. അവർ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ ഒരു ചാൻസുമില്ലെന്നാണ് പെരുമല ASI പറയുന്നത്. സ്റ്റീഫൻ ആണെങ്കിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ASI പറഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും കാണുമ്പോൾ അശോകനും രജിയും ആനന്ദും ആകെ തരിച്ചു നിന്നു പോകും. ഇത് കേട്ട് രജി ആകെ കൺഫ്യൂസ്ഡ് ആകും. ഇത് നമ്മളെ ആരോ പറ്റിക്കുന്നതാണ്. ഇത്ര റിസ്ക് എടുത്ത് കാടിനുള്ളിലേക്ക് വരാൻ ഞാനില്ലെന്ന് പറഞ്ഞ് അവരുടെ അടുത്തു നിന്നും രജി തനിയെ തിരിച്ചു പോകുന്നു. വീണ്ടും സ്റ്റീഫൻ വാക്കിറ്റോക്കിയിലൂടെ അവരോട് ഹെൽപ്പിന് അപേക്ഷിക്കും. നീ എവിടെയാണെന്ന് കറക്റ്റായി പറയാൻ ആനന്ദ് പറയുമ്പോൾ ഈ കാട്ടിലെ ഏറ്റവും വലിയ മരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ ഉള്ളതെന്നും എന്റെ അടുത്തായി ഒരു പോലീസുകാരന്റെ ഡെഡ് ബോഡി ഉണ്ടെന്നും സ്റ്റീഫൻ പറയും. ആനന്ദ് അശോകനും നിന്നിരിക്കുന്ന അടുത്തു തന്നെയായിരുന്നു ആ മരം. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഷോക്ഡായി ഇന്ന് ഏതാണ് ഡേറ്റ് എന്ന് ആനന്ദ് സ്റ്റീഫനോട് ചോദിക്കുമ്പോൾ 1994 മെയ് 26 ആണെന്നാണ് സ്റ്റീഫൻ പറയുക. ശരിക്കും 2024 മെയ് 26 അന്നേ ദിവസം. എന്നാൽ തന്നോട് സംസാരിക്കുന്നയാളുള്ളതോ 1994 മെയ് 26-നും. തങ്ങൾക്ക് ചുറ്റും ഇത് എന്താണ് നടക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തന്റെ അടുത്ത് കിടക്കുന്ന ഡെഡ് ബോഡി അശോകൻ എന്ന ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ആണെന്നും സ്റ്റീഫൻ പറയുന്നു. ഉടനെ ആനന്ദ് അശോകന്റെ ഷോൾഡറിലെ നെയിം ബോർഡിലേക്ക് നോക്കുന്നുണ്ട്. ആകെ ഷോക്കോടെ ആ മരത്തിന് ചുറ്റും നടക്കുന്ന അവർ അവിടെ 2 മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കാണുന്നു. പാസ്റ്റിൽ നിന്നും സംസാരിക്കുന്ന സ്റ്റീഫൻ അവൻ അടുത്തായി അശോകന്റെ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അശോകന്റെയും സ്റ്റീഫന്റെയും അസ്ഥികൂടങ്ങളാണിതെന്ന് അവർക്ക് മനസ്സിലാകും. ജീവനോടെ നിൽക്കുന്ന അശോകന്റെ അസ്ഥികൂടം എങ്ങനെ അവിടെ വന്നെന്നും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം അവർക്കുള്ളിലുണ്ടാകും. അവിടെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പീറ്ററിനെ കാണാൻ ഒരു അമ്മയും മകനും എത്തുന്നുണ്ട്. അവർ ഡോക്ടറുമായി വാക്കുതർക്കത്തിലാകുമ്പോൾ ജോഷി അവിടെ എത്തി കാര്യം തിരക്കുന്നുണ്ട്. ആ അമ്മ പീറ്ററിന്റെ വൈഫാണെന്നും കൂടെയുള്ളത് പീറ്ററിന്റെ മകനുമാണെന്നാണ് പറയുന്നത്. പീറ്ററിനാണെങ്കിൽ കാഴ്ചയിൽ ഒരു 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭാര്യയും 30-നോട് അടുത്ത പ്രായമുള്ള മകനും പീറ്ററിനുണ്ടാക്കാൻ ചാൻസ് ഇല്ല. ഇതേ തുടർന്നാണ് ഹോസ്പിറ്റലിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഇത് കേട്ട് ജോഷിയും ഷോക്ഡാകും. ഈ കാര്യങ്ങളെല്ലാം ജോഷി അശോകനെ വിളിച്ചറിയിക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന പീറ്റർ മരിക്കുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റജി അവിടെ ഒരു അസ്ഥികൂടം കാണുന്നു. അതിന്റെ തല മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ചെളിക്കുടിയിൽ നിന്നും കയറി വന്നയാളെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടി ഷൂട്ട് ചെയ്തിരുന്നല്ലോ. ആ ഡെഡ് ബോഡി ഫോറൻസിക് എത്തി പരിശോധിക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടുന്ന പേഴ്സിലെ ഫോട്ടോ കണ്ട് അവർ ഞെട്ടിത്തരിക്കും. അത് റെജിയുടെ ആയിരുന്നു. ആ മരിച്ചു കിടന്നയാൾ വേറെ ആരുമായിരുന്നില്ല, അത് റെജിയാണ്. എന്നാൽ ആ കോളേജ് കുട്ടികളുമായി തല്ലുകൂടുന്നതിനിടയിൽ റെജി തന്നെയായിരുന്നല്ലോ ആ ഡെഡ് ബോഡി ആദ്യം കണ്ടതും. ഈ കാര്യങ്ങൾ കോൺസ്റ്റബിൾ അശോകനോട് വിളിച്ചു പറയുമ്പോൾ അത് എങ്ങനെ ശരിയാകും? അവനല്ലേ ആ ഡെഡ് ബോഡി ആദ്യം കണ്ടത്, പിന്നെ അതെങ്ങനെ അവന്റെ ഡെഡ് ബോഡി ആകുമെന്നാണ് അശോകൻ ചോദിക്കുന്നത്. ഇത് റെജിയുടെ ഡെഡ് ബോഡി തന്നെയാണെന്ന് അവിടെയുള്ള പോലീസുകാർ കൺഫേം ചെയ്യും. ഇതുകൂടിയാകുമ്പോൾ അശോകനും ആനന്ദും ഒന്നും മനസ്സിലാകാതെ ആകെ കുഴപ്പത്തിലാകുന്നു. ഈ സമയത്ത് റെജി ഒരു ചെളിക്കുടിയിൽ വീണ് നിലവിളിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. ഉടനെ ആനന്ദും അശോകനും ഓടിയെത്തി റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ ശ്രമത്തിനിടെ റെജിയുടെ കൈ മുറിഞ്ഞ രക്തം നിലത്ത് വീഴുകയും ഉടനെ തന്നെ അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയും ഒരു വലിയ ശബ്ദം കേൾക്കാനും തുടങ്ങുന്നു. അശോകൻ ഉടനെ ഗണ്ണെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുകയും ഉടനെ കണ്ണു തുറന്നു നോക്കുന്ന ആനന്ദ് അവൻ മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കും. പ്രസന്റ് ടൈമിൽ നിന്നും ആനന്ദ് 1940 കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച റോസി അവളുടെ ഹസ്ബൻഡ് ജെയിംസിനെ കൊല്ലാനായി തിരഞ്ഞു നടക്കുന്നത് ആനന്ദ് കാണുന്നു. പെട്ടെന്ന് ആനന്ദിനെ അവിടെ കാണുന്ന റോസി ഹൂ ആർ യു എന്ന് ചോദിച്ച് അവന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ടൈം ലൂപ്പ് സംഭവിക്കുന്നു. ആനന്ദ് മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പല ടൈം ലൈനിലേക്ക് ആനന്ദ് മാറി മാറി എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. ആനന്ദ് ആ കാട്ടിലൂടെ നടക്കുമ്പോൾ പേടിച്ചരണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. എന്ത് പറ്റിയെന്ന് ആനന്ദ് അവളോട് ചോദിക്കുമ്പോൾ എന്റെ അനിയനെ കാണുന്നില്ലെന്നും അവൾ പറയും. കരയാതിരിക്കാൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ആനന്ദ് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു മരത്തിന് താഴെയായി അശോകൻ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അശോകന്റെ ഡെഡ് ബോഡി കണ്ട് പതറി നിൽക്കുന്ന ആനന്ദിനെ ആ
പ്രതികൾ പുറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. തങ്ങളെ പിടിക്കാനാണ് കേരള പോലീസും എത്തിയിരിക്കുന്നതെന്ന് കരുതിയാണ് ആ പ്രതികൾ അവരെയും അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കണ്ട ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും ഒരു വിധേനെ ആനന്ദ് രക്ഷപ്പെടും. പീറ്ററിന് നേരെ ചെല്ലുന്ന ആ പ്രതികൾ കഴുത്ത് ഞെരിച്ച് പീറ്ററിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്ന ആനന്ദ് നേരെ ചെല്ലുന്നത് സ്റ്റീഫന്റെ അടുത്തേക്കാണ്. ഞാൻ കേരള പോലീസ് ആണെന്ന് ആനന്ദ് പറയുമ്പോൾ ഞാൻ പെരുമല SI സ്റ്റീഫൻ ജോർജ് ആണെന്ന് സ്റ്റീഫനും പറയും. ഇത്രയും നേരം തങ്ങളോട് സംസാരിച്ചത് ഈ സ്റ്റീഫൻ ആണെന്ന് ആനന്ദിന് മനസ്സിലാക്കും. ഇന്നത്തെ ഡേറ്റ് ഏതാണെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ 1994 മെയ് 26 ആണെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. താൻ ടൈം ലൂപ്പിൽ അകപ്പെട്ട് 1994 എത്തിയിരിക്കുന്നുവെന്ന് ആനന്ദിന് മനസ്സിലാകുന്നു. ഈ സമയം മുത്തുവൽ കരയുന്ന ശബ്ദം കേട്ട് സ്റ്റീഫൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. ആ പ്രതികൾ മുത്തുവലിനെ കൊല്ലാൻ തുടങ്ങുന്നത് കാണുന്ന സ്റ്റീഫൻ ഉടനെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുകയും രക്തം നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. രക്തം നിലത്തേക്ക് വീഴുമ്പോൾ വീണ്ടും ടൈം ലൂപ്പ് സംഭവിക്കുകയും ചെയ്യും. ആനന്ദ് നോക്കുമ്പോൾ മരത്തിൽ ഒരാൾ എന്തോ വരച്ചുകൊണ്ടിരിക്കുന്നത് കാണും. ആനന്ദിനെ കൂടാതെ പീറ്ററും അവിടെ ഒളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അവരെ കണ്ട നിങ്ങളൊക്കെ ആരാണെന്ന് അയാൾ ചോദിക്കും. എന്നാൽ വീണ്ടും ആരോ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയും അവർ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകുകയും ചെയ്യും. ആനന്ദ് വീണ്ടും എത്തുന്നത് 1940 കാലഘട്ടത്തിലാണ്. ജെയിംസ് റോസിയുടെ അടുത്തേക്ക് എത്തുകയും അവളെ കത്തികൊണ്ട് കുത്തുന്നതും ആനന്ദ് കാണും. റോസിയുടെ രക്തം മണ്ണിൽ വീഴുമ്പോൾ വീണ്ടും ടൈം ലൂപ്പ് ഉണ്ടാകുകയും ആനന്ദ് മരത്തിലൊക്കെ കല്ലുകൊണ്ട് കൊത്തിവെക്കുന്ന ആ ആളുടെ അടുത്തേക്കാണ് എത്തുന്നത്. വട്ടത്തിൽ റിങ് പോലെയാണ് അയാൾ മരത്തിൽ കൊത്തിവെക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണോ അതോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണോ എന്ന് അയാൾ തിരിച്ചു ചോദിക്കും. സാർ, ഈ കാടിനുള്ളിലേക്ക് വന്നപ്പോൾ കാക്കിയുടെ ഒരു വിഗ്രഹം കണ്ടിരുന്നില്ലേ? എന്നാൽ ഈ കാട്ടിൽ ഒരു കാക്കിയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ എന്ന് അയാൾ ചോദിക്കും. ഇതിനൊക്കെ തുടക്കം കുറെ വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കഥ ആനന്ദിനോട് പറയും. ഒരുപാട് വർഷം മുൻപ്, അതായത് പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വന്നിരുന്ന കാലം, മനുഷ്യന്റെ ശരീരവും കാക്കിയുടെ തലയുമുള്ള ഈ ദൈവത്തെ ഇവിടുത്തെ ആളുകൾ ആരാധിച്ചു പോന്നു. നല്ല കുഞ്ഞുങ്ങൾ ജനിക്കാനും നല്ല കാലം വരാനും എല്ലാവരും ഇവിടെ വന്ന ഈ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരനായ അന്റോണി എന്നയാൾ ഈ നാട്ടിലേക്ക് വരുന്നു. അയാൾ ഇവിടെയുള്ള എല്ലാ ആരാധനാലയങ്ങളും തകർത്തിരുന്നു. വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളെല്ലാം അയാളുടെ നാട്ടിലേക്ക് അയാൾ കയറ്റി അയക്കുകയും ചെയ്യുന്നു. എല്ലാവരും തന്നെ മാത്രം ആരാധിക്കണമെന്നാണ് അയാൾ ആ ജനത്തോട് പറഞ്ഞിരുന്നത്. ആ കാടിനുള്ളിൽ ഒരു പ്രത്യേക ഗോത്രവർഗക്കാർ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് അന്റോണിയോ തന്റെ പടയുമായി ഇവിടേക്ക് എത്തുന്നു. ആ വിഗ്രഹം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അന്റോണിയോ ശ്രമിക്കുമ്പോൾ ആ ഗോത്രവർഗക്കാർ തന്റെ ദൈവത്തെ കൊണ്ടുപോകരുതെന്ന് കരഞ്ഞു പറയും. എന്നാൽ അതൊന്നും കേൾക്കാതെ അവരെയെല്ലാം അടിച്ചോടിച്ച് അയാൾ വിഗ്രഹം ഇളക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വിഗ്രഹം ഒന്ന് അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ വാശിയിൽ ആ ഗോത്രവർഗക്കാരെ മുഴുവനും അന്റോണിയോ കൊന്നുകളയും. അതുകൂടാതെ ആ കാട്ടിലെ കാക്കകളെ മുഴുവനും അയാൾ ചുട്ടുകൊല്ലുന്നു. പക്ഷെ പിന്നീട് അന്റോണിയോക്കോ അയാളുടെ ആളുകൾക്കോ ഈ കാടിനുള്ളിൽ നിന്നും തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. അവർ എല്ലാവരും ഇപ്പോഴും ഈ കാടിനുള്ളിൽ തന്നെ കറങ്ങുന്നുണ്ട്. സ്വാത്വിക രൂപിയായ ആ ദൈവം ഉഗ്രരൂപിയായി മാറിയിരിക്കുന്നു. കാലത്തിനെ പോലും നിയന്ത്രിക്കാൻ അതിന് കഴിവുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഈ മണ്ണിൽ രക്തം വീണാലോ അളവിലധികം സൗണ്ട് കേട്ടാലോ ഇവിടുത്തെ സമയത്തിന്റെ ഗതി തന്നെ മാറും. നിങ്ങൾ ഇവിടെ കണ്ടവരാരും മരിച്ചവരല്ല, പല സമയത്തും ഇവിടെ പെട്ടുപോയവരാണ്. അവരിപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ഈ ഗോത്രവർഗക്കാരുടെ ദൈവത്തെ പറ്റിയും ഇങ്ങനെ ഒരു വിഗ്രഹത്തെ പറ്റിയും അന്റോണിയെ അറിയിച്ചത് ഞാനായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരനായതും ഞാനായിരുന്നെന്ന് അയാൾ പറയും. കൂടാതെ ഇവിടെ നിന്നും പുറത്തു കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഇതിനൊക്കെ കാരണമായ ആ സംഭവം അത് നടക്കാതെ തടയണമെന്നും അയാൾ പറയും. ഈ സമയത്താണ് ചതിപ്പിൽ പെട്ടുപോയ റജി നിലവിളിക്കുന്ന ശബ്ദം ആനന്ദ് കേൾക്കുക. ആനന്ദും അശോകനും റജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആനന്ദ് ഒരു മരത്തിന് പിന്നിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് റജിയുടെ കയ്യിൽ നിന്നും രക്തം മണ്ണിലേക്ക് വീഴുകയും 1940 കാലഘട്ടത്തിലേക്ക് ആനന്ദ് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും വീണ്ടും തന്റെ കാലഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ വലിയ ശബ്ദം കേൾക്കുകയോ മണ്ണിൽ ബ്ലഡ് വീഴുകയോ ചെയ്യണം. സോ അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങും. എന്നിട്ട് മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഒരു കമ്പ് കൊണ്ട് അവന്റെ കൈ മുറിച്ച് രക്തം മണ്ണിലേക്ക് വീഴ്ത്തുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് സ്കൂൾ കുട്ടികളെയാണ് കാണിക്കുന്നത്. അതിലൊരു ആൺകുട്ടി ആ കാടിനുള്ളിൽ ഒരു കുതിരയെ കണ്ട് ആ കുതിരയുടെ പുറകെ പോകും. അവനെ അന്വേഷിച്ച് അവന്റെ പുറകെ അവന്റെ ചേച്ചിയും ഓടിപ്പോകും. ഈ കുട്ടികളെ റജി കാണുന്നു. ആ ആൺകുട്ടി റജിയായിരുന്നു. അവന്റെ ചേച്ചിയാണ് പുറകെ ഓടി വന്ന പെൺകുട്ടി. റജി കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ച കാര്യമായിരുന്നു ഇത്. അതോടെ ആ കാടിനുള്ളിൽ വെച്ച് അവന്റെ ചേച്ചി മിസ്സാകുകയും ചെയ്തിരുന്നു.
ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് റെജി ആ കുട്ടിയുടെ പുറകെ ഓടുന്നതായി കാണിക്കും. ഈ സമയത്താണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതുപോലെ കാട്ടുപന്നിയെ വേട്ടയാടാൻ വന്ന പെൺകുട്ടി പെട്ടെന്ന് തിരിയുകയും റെജിയെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഡെഡ് ബോഡി ആയിരുന്നു പോലീസിന് കിട്ടിയതും. ആനന്ദ് വീണ്ടും 1994 കാലഘട്ടത്തിൽ വരുന്നു. പീറ്ററിനെ ആ പ്രതികൾ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാളെ ആനന്ദ് രക്ഷപ്പെടുത്തുന്നു. എന്ത് വന്നാലും ഷൂട്ട് ചെയ്യരുതെന്ന് പീറ്ററിനോട് ആനന്ദ് പറയുന്നുണ്ട്. അടുത്തതായി സ്റ്റീഫന്റെ അടുത്തേക്കാണ് ആനന്ദ് എത്തുക. ഗണ്ണുമായി നിൽക്കുന്ന സ്റ്റീഫനോട് എന്ത് വന്നാലും ഷൂട്ട് ചെയ്യരുത്, ശബ്ദം കേൾപ്പിക്കരുത്, രക്തം മണ്ണിൽ വീഴരുതെന്നും ആനന്ദ് പറയും. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്ത് കടക്കണമെന്നും ആനന്ദ് പറയുന്നു. പ്രതികളെ പിടിക്കാതെ തിരിച്ചു പോകാൻ കഴിയില്ലെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. നമ്മളൊക്കെ ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്, ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടതെന്നും ആനന്ദ് പറയും. നീ ആരാണെന്ന് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ എന്റെ പേര് ആനന്ദ്, എന്റെ അമ്മയുടെ പേര് സീതാലക്ഷ്മി. 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജനിച്ച സമയത്ത് എന്റെ അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛന്റെ പേര് സ്റ്റീഫൻ ജോർജ് എന്നാണെന്നും ആനന്ദ് പറയും. ഇത് കേട്ട് സ്റ്റീഫൻ ഷോക്ഡ് ആകുന്നു. സ്റ്റീഫന്റെ മകനായിരുന്നു ആനന്ദ്. ആനന്ദിന്റെ ID കാർഡും സ്റ്റീഫനെ അവൻ കാണിക്കും. 1994 മെയ് 26-നാണ് ആനന്ദ് ജനിച്ചിരിക്കുന്നത്. എന്റെ അച്ഛന്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞ് സ്റ്റീഫന്റെ ഫോട്ടോ തന്നെയാണ് അവൻ സ്റ്റീഫനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ സത്യമാണോ, എന്താണ് സംഭവിക്കുന്നതെന്ന് സ്റ്റീഫനും സംശയമാകും. ഈ സമയം ഗുരുസ്വാമിയെ ആരോ അറ്റാക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കും. ഉടനെ അയാളെ രക്ഷിക്കാനായി സ്റ്റീഫൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. എന്നാൽ ഒരിക്കലും ഷൂട്ട് ചെയ്യരുതെന്നും രക്തം മണ്ണിൽ വീഴരുതെന്നും ഇനി അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാം വീണ്ടും ടൈം ലൂപ്പിൽ അകപ്പെട്ടു പോകുമെന്നും ആനന്ദ് സ്റ്റീഫന് വാർണിംഗ് നൽകും. ആനന്ദ് പറഞ്ഞത് വിശ്വസിച്ച് സ്റ്റീഫൻ അയാളുടെ കൂട്ടത്തിലുള്ള മറ്റു പോലീസുകാരുമായി ആ കാക്കയുടെ വിഗ്രഹത്തിന് മുന്നിലെത്തുന്നു. അവിടെ നിന്നും ഏതു വഴി പോയാലും റോഡിലെത്താമെന്ന് ഗുരുസ്വാമി പറയും. സോ അവർ റോഡിലേക്കുള്ള വഴി ലക്ഷ്യമാക്കി നടക്കും. എന്നാൽ എത്ര നടന്നിട്ടും അവർ വീണ്ടും വീണ്ടും ആ കാക്കയുടെ വിഗ്രഹത്തിന് മുന്നിൽ തന്നെയാണ് എത്തുക. പല വഴി അവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. എന്നാൽ വീണ്ടും അവർ ആ പ്രതിമയ്ക്ക് മുന്നിൽ തന്നെയാണ് എത്തുന്നത്. ഈ സമയത്താണ് ആനന്ദിന് ഒരു കാര്യം ഓർമ്മ വരിക. മരത്തിൽ ഒരാൾ ഒരു പടം കൊത്തിവെക്കുന്നത് ആനന്ദ് കണ്ടിരുന്നല്ലോ. ആ ചിത്രം ശ്രദ്ധിക്കുന്ന ആനന്ദിന് ഒരു കാര്യം മനസ്സിലാകും. ആ കാക്കയുടെ വിഗ്രഹത്തിന് ചുറ്റും കൈകൾ കോർത്ത് പ്രദക്ഷിണം വെച്ചാൽ പുറത്ത് കടക്കാൻ കഴിയുമെന്ന്. ആനന്ദ് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാക്ക വട്ടം വെച്ച് പറക്കുന്നതും അവൻ കാണും. സോ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം അവരെല്ലാവരും ആ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ പതുക്കെ പതുക്കെ അവർ പുറത്തേക്കുള്ള വഴിയിലേക്ക് എത്തും. എന്നാൽ ഇതിനിടയിൽ ആ പ്രതികൾ ഗുരുസ്വാമിയെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. അതുകൂടാതെ അവരെ ഓരോരുത്തരെയും ആ പ്രതികൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. രക്തം വീഴുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ എല്ലാം പഴയപടിയാകും. സോ ഒരു തുള്ളി രക്തം പോലും വീഴാതെ ആ പ്രതികളെ ആനന്ദ് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. ആനന്ദിനും പീറ്ററിനും സ്റ്റീഫനും മാത്രമാണ് റോഡിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഗുരുസ്വാമിയെയും സെൽവത്തെയും ആ പ്രതികൾ കൊന്നിരുന്നു. അവർ റോഡിലെത്തുമ്പോൾ ആ വഴി വരുന്ന ഒരു കാറിന് ആനന്ദ് കൈ കാണിച്ചു നിർത്തും. ഇത് ഏതാണ് വർഷമെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ 1994 മെയ് 26 ആ കാർ ഡ്രൈവർ പറയും. പീറ്ററിനെയും സ്റ്റീഫനെയും ആ കാറിൽ കയറ്റി ആനന്ദ് രക്ഷപ്പെടുത്തും. എന്നാൽ ആനന്ദിനാകട്ടെ ആ കാറിൽ കയറി രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ആനന്ദ് വന്നത് 2024 മെയ് 26-നാണ്. ആ കാലഘട്ടത്തിലേക്ക് തന്നെ ആനന്ദിന് തിരിച്ചു പോകണം. ആ കാലഘട്ടത്തിൽ തന്നെ ആനന്ദിന് രക്ഷപ്പെടുകയും വേണം. നിങ്ങൾക്കിന്ന് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. അച്ഛനില്ലാതെ വളരുന്നത് വളരെ കഷ്ടമാണ്. പോയി കുഞ്ഞിനെ കാണൂ എന്ന് പറഞ്ഞാണ് ആനന്ദ് തന്റെ അച്ഛനായ സ്റ്റീഫനെ പറഞ്ഞു വിടുന്നത്. അവര് പോയതിനു ശേഷം മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകാനായി ആ കാക്കയുടെ വിഗ്രഹത്തിനടുത്തെത്തി ഗണ്ണെടുത്ത് ആനന്ദ് സ്വയം ഷൂട്ട് ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നും ഞെട്ടി ഉണരുന്ന ആനന്ദിനെയാണ് കാണിക്കുക. ആനന്ദിന്റെ വൈഫിന്റെ ഡെലിവറിക്ക് വേണ്ടിയാണ് അവർ ഹോസ്പിറ്റലിൽ എത്തിയത്. ആനന്ദിനൊപ്പം അവന്റെ അച്ഛനായ സ്റ്റീഫനുമുണ്ട്. ആ കാടിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളും തന്റെ അച്ഛനെ രക്ഷിച്ചതുമൊക്കെ അവൻ ഓർമ്മയുണ്ടായിരുന്നു. ആനന്ദിന് ഒരു പെൺകുഞ്ഞ് പിറക്കുന്നു. അവന്റെ അച്ഛനെ കൊണ്ടാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുന്നത്. ഇപ്പോൾ ആനന്ദ് വെള്ളൂർക്കാട് സ്റ്റേഷൻ SI ആണ്. മൂവിയുടെ തുടക്കത്തിൽ ആനന്ദ് ജോയിൻ ചെയ്യാൻ വന്ന അതേ സ്റ്റേഷൻ തന്നെയാണിത്. അവിടെ തന്നെ SI ആയി ജോയിൻ ചെയ്യാനാണ് ആനന്ദ് എത്തുന്നത്. പെരുമല സ്റ്റേഷൻ ഇവിടെ അടുത്താണോ എന്ന് ആനന്ദ് മറ്റു പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവർ പറയുമ്പോൾ ആ സ്റ്റേഷനിൽ SI ആയിട്ട് എന്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവൻ അവരോട് പറയും. അവർ പോകുന്ന വഴി SI ആയിരുന്ന അശോകന്റെ വണ്ടി വഴിയിൽ കേടായി കിടക്കുന്നത് കാണുന്നു. അശോകനെ അവിടെ കാണുമ്പോൾ ആനന്ദിന് ആ കാടിനുള്ളിൽ ടൈം ലൂപ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. സോ ഒരു ഷോക്കോടെയാണ് അശോകനെ ആനന്ദ് നോക്കുന്നത് തന്നെ. ഇത് പുതിയ SI ആണെന്ന് പറഞ്ഞ മറ്റു പോലീസുകാർ ആനന്ദിനെ അശോകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർക്ക്
അവർക്കാർക്കും ആ കാടിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ ആനന്ദിന് അതൊക്കെ മറക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. കാറ് കേടായതിനാൽ അശോകനും അവർക്കൊപ്പം പോലീസ് ജീപ്പിൽ കയറുന്നുണ്ട്. അവർ ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ നാടെവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അശോകൻ ചോദിക്കുന്നു. കൊച്ചിയിലാണ് വീടെന്നും വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും മകളും ഉണ്ടെന്നും മകൾ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളെന്നും ആനന്ദ് പറയുന്നു. ഈ മൂവിയുടെ തുടക്കത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് വീണ്ടും നടക്കുന്നത്. ഉടനെ അശോകന് ഒരു കോൾ വരും. കുറച്ച് കോളേജ് കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വെള്ളൂർക്കാടിനടുത്ത് വന്നിട്ടുണ്ട്. റിജി അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. മൂവിയുടെ തുടക്കത്തിൽ ഈ സംഭവത്തെ തുടർന്നായിരുന്നല്ലോ അശോകനും ആനന്ദും ആദ്യമായി വെള്ളൂർക്കാട്ടിലേക്ക് പോയത്. ശരിക്കും ആനന്ദിന് ആ സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇനിയും ഇത് അവസാനിക്കുന്നില്ലേ എന്ന് ആനന്ദ് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ആ ജീപ്പ് ഒരു പെൺകുട്ടിയെ ഇടിക്കുന്നു. അവർ ഉടനെ നിലത്ത് വീണ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായി ജീപ്പിൽ കയറ്റും. ഈ പെൺകുട്ടി ആനന്ദ് വെള്ളൂർക്കാട്ടിൽ പെട്ട സമയത്ത് ആ കാടിനുള്ളിൽ വേട്ടയാടാൻ കയറുകയും കാട്ടുപന്നിക്ക് പകരം റജിയെ ഷൂട്ട് ചെയ്തതും ഈ പെൺകുട്ടിയാണ്. ആനന്ദിന്റെ മടിയിൽ കിടന്ന ആ പെൺകുട്ടി അച്ഛ എന്ന ആനന്ദിനെ വിളിച്ചുകൊണ്ട് അവൾ മരിക്കുന്നു. അവളുടെ ഫോൺ പരിശോധിക്കുന്ന ആനന്ദ് ഞെട്ടുന്നുണ്ട്. ആ പെൺകുട്ടിക്കൊപ്പം വയസ്സായ ആനന്ദ് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു ആ ഫോണിലുള്ളത്. ആ പെൺകുട്ടി ആനന്ദിന്റെ മകൾ തന്നെയാണ്. ഫ്യൂച്ചറിൽ നിന്നാണ് അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആനന്ദ് ഇപ്പോഴും ആ ലൂപ്പിൽ തന്നെ അകപ്പെട്ടു കിടക്കുകയാണ്. ആനന്ദിന്റെ മകൾ ജനിച്ച കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ അവനിപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള തന്റെ മകളെയാണ്. ആനന്ദ് ഉടനെ അവന്റെ വൈഫിനെ വിളിച്ച് മകൾ എവിടെയെന്ന് ചോദിക്കും. അവൾ ഉറങ്ങുകയാണെന്ന് വൈഫ് അവനോട് പറയും. ഈ സമയം ആ കാടിനുള്ളിൽ കുതിരപ്പുറത്തിരിക്കുന്ന ആ പോർച്ചുഗീസുകാരനായ അന്റോണിയെ ആനന്ദ് കാണുന്നു. ഈ സംഭവത്തിനെല്ലാം തുടക്കം അന്റോണിയാണ്. ഈ സംഭവം നടക്കുന്നത് തടഞ്ഞാൽ ഈ ലൂപ്പും ഈ കാട്ടിലെ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് ഈ സംഭവത്തിന് കാരണക്കാരനായ അയാൾ പറഞ്ഞത് ആനന്ദിന് ഓർമ്മ വരും. ആ ലൂപ്പിൽപ്പെട്ട തന്റെ മകൾ വരെ ആ കാടിനുള്ളിൽ പെട്ടുകിടക്കുകയാണ്. ഇതിനെല്ലാം കാരണം അന്റോണിയാണെന്ന് തിരിച്ചറിഞ്ഞ ആനന്ദ് അയാളെയും അന്റോണിയോ ആനന്ദിനെയും നോക്കി നിൽക്കുന്നിടത്താണ് ഈ മൂവിയും അവസാനിക്കുന്നത്. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.